സോ ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഫസ്റ്റ് ഫീസ് അലോട്ട്മെൻറ്റിന് പ്രൊവിഷണൽ അതായത് താൽക്കാലികമായിട്ടുള്ള ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും കോളേജ് അലോക്കേറ്റ് ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇത് നമ്മുടെ ഫൈനൽ അലോട്ട്മെൻറ്റും ഈ കോളേജിലോട്ട് ആവണം എന്നില്ല. അതായത് ഇനിയും നമ്മുടെ കുറേ കോളേജും കുറേ അലോട്ട്മെൻറ്റും ബാക്കിയുണ്ട്. അപ്പോൾ എല്ലാ അലോട്ട്മെൻറ്റിനും വേണ്ടി നിങ്ങൾ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ താഴെയുള്ള കോളേജസ് ഒന്നും ഇനി ഉണ്ടാവത്തില്ല, അതെല്ലാം പോവും. ഇനി മേളിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ താഴെയുള്ള കോളേജസ് ഉണ്ടാവത്തില്ല. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ആക്ച്വലി ഒരു ഇതുണ്ടായിരുന്നു, സെമസ്റ്റർ ഫീസാണോ ഇയർലി ഫീസാണോ എന്നുള്ളത്. അതായത് ഗവൺമെൻറ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പം ഗവൺമെൻറ് കോളേജിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ 9,000 മാത്രമല്ല കൊടുക്കേണ്ടത്, അതിനുപരി എക്സാം ഫീസ് കൊടുക്കണം. അതായത് ഈ സെമസ്റ്ററിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈവൻ സെമസ്റ്ററിൽ ഞാൻ എക്സാം ഫീസും കൊടുത്തു, പിന്നെ ചെറിയ എമൗണ്ട് ഓഫ് ട്യൂഷൻ ഫീസും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറൗണ്ട് ഒരു 5,000 എൻ്റെ സമയത്തെ കാര്യമാണ്, 5,300 സംതിങ് ആയിരുന്നു എൻ്റെ ടൈമിൽ വന്നത്. അപ്പം രണ്ട് കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാ ഫീസും കൂടെ കൂട്ടുമ്പോൾ 9,000 എന്ന് ആരും വിചാരിക്കരുത്. ഇത് കൂടാതെ നമുക്ക് എക്സാം ഫീസ് വരുന്നുണ്ട്. പിന്നെ ഈവൻ സെമസ്റ്ററിൽ ഒരു ചെറിയ ട്യൂഷൻ ഫീസ് വരുന്നുണ്ട്. പ്രൈവറ്റ് കോളേജസിന് കൊടുക്കണോ വേണ്ടോ എന്ന് എനിക്കറിയില്ല. ഗവൺമെൻറ് കോളേജിന് എന്തായാലും ഒരു ചെറിയൊരു എമൗണ്ട് ആണ്, ഒരു 2,000 3,000 സംതിങ് ആണെന്ന് തോന്നുന്നു വരുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്യും. അത് എപ്പോഴും ഈവൻ സെമസ്റ്ററിൽ കുറവും ഓഡ് സെമസ്റ്ററിൽ ഇത്രയും 8,500 ആയിരുന്നു എൻ്റെ സമയത്ത്. ഇപ്പം 9,000 സംതിങ് ആയി. സോ അത് ഗവൺമെൻറ് കോളേജിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. പ്രൈവറ്റ് കോളേജിൽ യെസ് അത് ഇയർലി ഫീസ് ആയിരിക്കും കാണിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് കോളേജിന് എക്സ്ട്രാ ഉണ്ട്. പിന്നെ പ്രൈവറ്റ് കോളേജിന് ഇത് കൂടാതെ തന്നെ എക്സാം ഫീസ് വേറെ അടയ്ക്കണം. അപ്പം അതങ്ങനെയാണ്, അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തണം എന്ന് തോന്നി. പിന്നെ മെയിനായിട്ട് കുറേ പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് CS-ഉം EC-യും. എനിക്ക് രണ്ടും താല്പര്യമുണ്ട്, ഞാൻ എന്തെടുക്കണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പം CS ഇപ്പം നിങ്ങൾക്ക് ആഗ്രഹിച്ച കോളേജിൽ കിട്ടുന്നില്ല എങ്കിലും നിങ്ങൾ അവിടെ EC പഠിക്കുക. പിന്നെ ഐ തിങ്ക് ഗവൺമെൻറ് കോളേജസിൽ മിക്കപ്പോഴും എന്താണ്, നമുക്ക് EC-ക്കാർക്കും CS പ്ലേസ്മെൻറ്റ്സിന് ഇരിക്കാൻ പറ്റും. അതായത് ഞാൻ ഐ തിങ്ക് ഏതോ 1-2 പ്ലേസ്മെൻ്റ് ആണ് CS മാത്രം മതി എന്നവർ പറഞ്ഞത്. അത് എനിക്കിരിക്കാൻ പറ്റില്ല, ബാക്കിയെല്ലാം ഇരിക്കാൻ പറ്റും. പിന്നെ ഒബ്വിയസ്ലി ഇപ്പോൾ EC-യും CS-ഉം ഒക്കെ ഒരുപോലെ ഇഷ്ടമുള്ളവർക്ക്, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ തന്നെ, എനിക്ക് ആക്ച്വലി ഞാനും ഇലക്ട്രോണിക്സ് പഠിക്കാം, അതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ടെക്നിക്കൽ ആ ഒരു ചായ്വ് വന്നു. കാരണം ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്ന കുറേ പരിപാടികളും കുറേ ഇവൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ടെക്നിക്കൽ ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചിലപ്പോൾ ഇരുന്ന് പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പം എനിക്ക് ആ ഇലക്ട്രോണിക്സ് ഫീൽഡിനോടായേനെ താല്പര്യം. ബട്ട് എൻ്റെ കേസിൽ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി അങ്ങനെ ഒരു അപ്പോൾ CS ഒക്കെ തന്നെ പഠിക്കാം, അങ്ങനെ ഒരു സ്റ്റാമിന നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഇപ്പം തന്നെയെന്ന് വെച്ചാൽ ഓൺലൈനിലൂടെയും അല്ലെങ്കിൽ നമുക്ക് കോഡിംഗ് ഒക്കെ ആണല്ലോ, അതൊക്കെ നമുക്ക് റൂമിലിരുന്നാണേലും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇലക്ട്രോണിക്സ് കുറച്ചുകൂടി അറിയണം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവിടെ ആക്ച്വലി എടുത്തിരിക്കുക. അവൾ പറഞ്ഞ് ഓക്കെ ടെക്നിക്കലും CS-ഉം ഒക്കെ എനിക്ക് തന്നെ ഇരുന്ന് പഠിക്കാം, ഇലക്ട്രോണിക്സ് അതുപോലെ അല്ല. അതുകൊണ്ട് ഞാൻ ഇലക്ട്രോണിക്സിന് ഡിഗ്രി എടുത്തു, എന്നിട്ട് CS ഞാൻ സൈഡിൽ കൂടെ പഠിച്ചു. അവളിപ്പോൾ നല്ലൊരു കമ്പനിയിൽ CS ലൈക്ക് ടെക്നിക്കൽ തന്നെയാണ് ജോലിയും ചെയ്യുന്നത്. അപ്പോൾ അത് വേരീസ് ഓൺ പീപ്പിൾ. സോ നിങ്ങൾക്ക് ആക്ച്വലി നല്ലൊരു കോളേജാണ് കിട്ടേണ്ടത്, പക്ഷേ CS-ന് അവിടെ കയറുന്നില്ല എങ്കിൽ ചൂസ് EC, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗ്രാജുവലി ചിലപ്പോൾ നിങ്ങൾ ടെക്നിക്കലിലോട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അത്രേ ഉള്ളൂ മെയിനായിട്ട് ഇതിലുള്ളത്. പിന്നെ എനിക്കിനിയും വേറെ കുറച്ച് വീഡിയോസിൽ എനിക്ക് ആക്ച്വലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ ഞാൻ ആക്ച്വലി കോളേജ് ടൈമിൽ ഏണിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അത്യാവശ്യം ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്ത്, അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും അയക്കാം. ഇത്രയും നാൾ ഞാൻ കണ്ടിന്യൂസ് ആവാനത് ഞാനൊരു എക്സാമിനൊക്കെ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഫുള്ളി ഇൻറ്റു യൂട്യൂബ് ആയിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ആ ഒരു ടെലിഗ്രാം ചാനൽ ലൈക്ക് ഞാനത് തിങ്ക് ചെയ്യുമായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. സോ അതും ഉടനെ തന്നെ ഞാനത് നമ്മുടെ പോസ്റ്റിൽ അല്ലെങ്കിൽ കമൻറ്റിൽ ഇടുന്നതായിരിക്കും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. പിന്നെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, എന്തായാലും നിങ്ങൾക്ക് നല്ല കോളേജൊക്കെ കിട്ടും, വെയിറ്റ് ചെയ്താൽ മതി. ഓരോ ഫേസ് അലോട്ട്മെൻറ്റ്സ് വന്നുകൊണ്ടേ ഇരിക്കും. ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ട് വരും, ചിലപ്പം ഡിലേയും വരും, ദാറ്റ് ഡിപ്പെൻഡ്സ്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ, സി യു.